ഫ്രണ്ട്സ്, എവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഡി ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഇൻ മെമ്മോറിയം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇൻ മെമ്മോറിയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. രണ്ടിൻ്റെ ആൻസർ വരുന്നത് ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിനാണ് ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കളിയാക്കി പറഞ്ഞത്. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏത്? ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് 3ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ആണ്. ആത്മോപദേശ ശതകവും അഭിനവ കേരളവും. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാൻ ആയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. സാൻ മിൻ ചുയി ഇവ എന്താണ്? 5ാമത്തതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. സാൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയ ജലപാത 3ൻ്റെ ആകെ ദൈർഘ്യം? 6ാമത്തതിൻ്റെ ആൻസർ ഡി ആണ്. 205 കിലോമീറ്റർ. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? 7ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. മഹേന്ദ്രഗിരി. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മഹേന്ദ്രഗിരി. 8. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്ര ജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. 8ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ഗൈറുകൾ. തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം? 9ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. സിറസ് മേഘങ്ങൾ. കോണ്ടൂർ രേഖയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 10ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്ന കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 11ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെ ഇടയിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റേത്? 12ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. തെറ്റായിട്ടുള്ളത് 1ഉം 3ഉമാണ്. 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി, അതും തെറ്റാണ്. ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു, അതും തെറ്റാണ്. ബാക്കി രണ്ടും ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്, അത് ശരിയാണ്. കാർഷിക ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. 13ൻ്റെ ക്വസ്റ്റ്യൻ്റെ 1991 പുത്തൻ സാമ്പത്തിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 13ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് കുറച്ചു. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഡി ആണ് വരുന്നത്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. 15. താഴെ തന്ന പ്രസ്താവനകൾ തെറ്റേത്? 15 ബി ആണ് വരുന്നത്. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കർണാടകയാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ്. അത് 2ഉമാണ് തെറ്റായിട്ടുള്ളത്. FPTPയുടെ പൂർണ്ണരൂപം? 16ൻ്റെ ആൻസർ ബി ആണ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്നതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? 17.
ഡി ആണ് വ്യാപാരവും വാണിജ്യവും. ഉൾപ്പെടാത്തതാണ് വ്യാപാരവും വാണിജ്യവും. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 18. 18 ആൻസർ സി ആണ്. അനുച്ഛേദം 338 ബി. 19 ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 കുറയാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164(2) അനുച്ഛേദമാകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? 20ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഇതാണ്: ഒരു സംസ്ഥാനത്തെ നിയമസഭയിലെ അംഗം തൻ്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുടെയോ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 189 ആകുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 21ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 131 അനുച്ഛേദം. HD ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? 22 സി ആണ് വരുന്നത്. IK ഗുജ്റാൾ. 23 കേരള സംസ്ഥാനത്തിന് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്? 23 ബി ആണ് വരുന്നത്. 1975 സെപ്റ്റംബർ 9-നാണ് കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നതാര്? 24ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. K. എബ്രഹാം മാത്യു. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഏത്? 25 എ ആണ്. തൊഴിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? 26 ഡി ആണ്. ശ്രീ കെ രാജൻ. മനുഷ്യനിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന ഏത്? 27 എ ആണ്. ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആൻറ്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു. മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി തുടങ്ങിയവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏത്? 28 സി ആണ്. താലോലം. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ കാണപ്പെടുന്നത്? 29 ബി. പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്ക് ആണ് ബ്ലൂ ഫ്ലാഗ് ലേബൽ കാണപ്പെടുന്നത്. മനുഷ്യശരീരത്തിലെ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. 30ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. A3 ആണ് വരുന്നത്. ഇൻസുലിൻ, ആഗ്നേയഗ്രന്ഥി. B1 റിലാക്സിൻ, അണ്ഡാശയം. ഓക്സിറ്റോസിൻ, പീയൂഷഗ്രന്ഥി. മെലാറ്റോണിൻ, ആഗ്നേയഗ്രന്ഥി. മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥി. മെലാറ്റോണിൻ ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇൻസുലിൻ, ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ, അണ്ഡാശയം, ഓക്സിറ്റോസിൻ, പീയൂഷഗ്രന്ഥി, മെലാറ്റോണിൻ, പീനിയൽ ഗ്രന്ഥി. ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിൻ്റെ വക്രത ആരം നിർണ്ണയിക്കുക. 31ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 1.2 മീറ്റർ. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനില എത്രയായിരിക്കും? 32ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 98.6 ഫാരൻ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി? ഡെന്നിസ് ടിറ്റോ. 33 ഡി ആണ് വരുന്നത്. ഡെന്നിസ് ടിറ്റോ. 34 വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സിങ്ക് ലോഹത്തിൻ്റെ അയിര് ഏത്? 34ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. കെലാമിൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? 35 സി ആണ് വരുന്നത്. 3 ആണ് സവിശേഷത അല്ലാത്തത്. തെറ്റായിട്ടുള്ളത് സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. 2023
രസതന്ത്ര നൊബേൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? 36ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. മുക്തകവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 37ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്. അക്ഷരശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ? 38. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബി ആണ് വരുന്നത്, കായിക ഫീച്ചർ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചതാര്? 39. എ ആണ് വരുന്നത്, പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? 40ൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്. 1ഉം 2ഉം ശരിയെന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാനാണ്. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 50% മകനും 32% മകൾക്കും നൽകി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 54,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ മകന് കൊടുത്ത സംഖ്യ എത്ര? 41ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 1,50,000. 30 പുരുഷന്മാർക്ക് 24 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 120 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ എത്ര പുരുഷന്മാർ വേണം? 42ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 6 പുരുഷന്മാർ. ഒരു വ്യക്തി 15 മണിക്കൂർ സഞ്ചരിക്കുന്നു. ആദ്യ പകുതി മണിക്കൂറിൽ 21 കിലോമീറ്ററും മറ്റേ പകുതി മണിക്കൂറിൽ 24 കിലോമീറ്ററും സഞ്ചരിച്ച ദൂരം കണ്ടെത്തുക. 43ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, 336 കിലോമീറ്റർ. ഇന്ന് തിങ്കളാഴ്ചയാണ്. 61 ദിവസത്തിനു ശേഷം ഏത് ദിവസമായിരിക്കും? 44ൻ്റെ ആൻസർ ഡി ആണ്, ശനിയാഴ്ച. കുട്ടികളുടെ ഒരു നിരയിൽ വരിയുടെ ഇടതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 27-മതും വരിയുടെ വലതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 34-മാണ്. ആ നിരയിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? 45. എ ആണ് വരുന്നത്, 60. 5:30 ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? 46. ബി ആണ് വരുന്നത്, 15 ഡിഗ്രി. തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കുക. 4, 9, 49, 121, 169. അപ്പോൾ ശ്രേണി ഏതാണ്? 47ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, 25, 289. ഈ ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏത്? 48. 48 എ ആണ് വരുന്നത്, 48 എ ആണ് വരുന്നത്. 49. 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യകളുടെ ഏറ്റവും വലിയ സംഖ്യകളുടെ ശരാശരി ഏത്? 49ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 49ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, 549.5. 49 സെൻറ്റിമീറ്റർ, 33 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ അളവുകളുള്ള ഒരു ചതുരക്കട്ടയുടെ രൂപത്തിൽ ഒരു കര ഇരുമ്പ് കഷ്ണം രൂപപ്പെടുത്തി ഒരു ഗോളം ഉണ്ടാക്കുന്നു. ഗോളത്തിൻ്റെ ആരം എന്ത്? 50ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, 21 സെൻറ്റിമീറ്റർ. താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനത്തിൽ പെടുന്നത്? 51. ഡി ആണ് വരുന്നത്, ഇവയെല്ലാം. L1 കാറ്റഗറിയിൽപ്പെട്ട വാഹനം ഏതാണ്? 52. ബി ആണ് വരുന്നത്, മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ. മോട്ടോർ വാഹന നിയമത്തിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാൻ പ്രായപരിധി നിശ്ചയിക്കുന്നത് ഏത് സെക്ഷനാണ്? 53. ബി ആണ്, സെക്ഷൻ 4. ഇനി അടുത്തത് ലേണേഴ്സ് ലൈസൻസ് എക്സാം പാസ്സായവർക്ക് ഏത് ഫോമിലാണ് ലേണിംഗ് ലൈസൻസ് നൽകുന്നത്? 54. എ ആണ്, 54ൻ്റെത് എ ആണ്, ഫോം 3. ആരാണ് ലൈസൻസിങ് അതോറിറ്റി? ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ് ലൈസൻസിങ് അതോറിറ്റി? 55. എ ആണ് വരുന്നത്, RTO ആണ് ലൈസൻസിങ് അതോറിറ്റി. പബ്ലിക് സർവീസ് വെഹിക്കിൾ വാഹനങ്ങളുടെ ഗണത്തിൽ പെടുന്നത് ഏതാണ്? 56. ബി ആണ് വരുന്നത്, സ്റ്റേജ് കാരിയേജ്. ഒരു വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി അവസാനിക്കുന്നതിൻ്റെ എത്ര ദിവസം മുമ്പാണ് പെർമിറ്റ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്? 57. ബി ആണ് വരുന്നത്, 15 ദിവസം മുമ്പ്. ഒരു വാഹനം റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ് സഞ്ചരിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നത് എവിടെയാണ്? 58. ഡി. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017. ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാൻ ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം ഘടിപ്പിക്കണം? 59. എ ആണ് വരുന്നത്, 12 വയസ്സ് വരെയുള്ളവർക്ക്. മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 60.
ഡി ആണ് വരുന്നത്. ഇവയെല്ലാം സ്കൂൾ പരിസരം, നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന റോഡ്, ആശുപത്രി പരിസരം. അത്യാസന്ന ഘട്ടങ്ങളിൽ റോഡുകളിൽ ഏത് വാഹനത്തിനാണ് മുൻഗണന നൽകേണ്ടത്? ആംബുലൻസ്. അടുത്തത്, വാഹനം കേടായാൽ കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ പാടില്ലാത്ത വാഹനങ്ങൾ ഏതെല്ലാമാണ്? 62. ഡി. ഇരുചക്ര വാഹനം. പെട്രോൾ എഞ്ചിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 63. എ. നിക്കോളാസ് ഓഗസ്റ്റ് ഓട്ടോ. ഒരു മേജർ ആക്സിഡന്റ് കാണാൻ ഇടയായാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? 64. ബി. അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് വൈദ്യസഹായം എത്രയും പെട്ടെന്ന് നൽകുക. താഴെ തന്നിരിക്കുന്നവയിൽ വാഹനങ്ങളുടെ മുൻഗണനാക്രമം ശരിയായത് തിരഞ്ഞെടുക്കുക. 65. എ ആണ് വരുന്നത്. ഫയർ എഞ്ചിൻ, ആംബുലൻസ്, പോലീസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്. ബ്രേക്ക് ഫൈഡിംഗ് എന്നാൽ എന്താണ്? 66. സി ആണ് വരുന്നത്. ബ്രേക്ക് നിരന്തരം ഉപയോഗിച്ചതിൽ ചൂടായി ലൈനറും ബ്രേക്ക് ഡ്രമ്മും തമ്മിലുള്ള കർഷണം കുറഞ്ഞ് ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ. MSM എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? MSM എന്നതിൻ്റെ പൂർണ്ണരൂപം. 67 എ ആണ്. മിറർ സിഗ്നൽ മാനുവൽ. SRO നമ്പർ 707/2023 പ്രകാരം വേഗത നിശ്ചയിച്ചിട്ടുള്ള റോഡുകളിൽ N കാറ്റഗറി വാഹനങ്ങളുടെ നാഷണൽ ഹൈവേ 6 വരി പാതയിൽ അനുവദനീയമായ സ്പീഡ് എത്രയാണ്? 68 എ ആണ്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗം. ഒരു വാഹനത്തിൻ്റെ ലോഡ് അടക്കമുള്ള ആകെ ഭാരം പ്രതിപാദിക്കുന്നത് വാഹനത്തിൻ്റെ ഡാഷ് സർട്ടിഫിക്കറ്റിലാണ്. 69 എ ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. കാവലില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിൽ വാഹനം സമീപിക്കുമ്പോൾ ഡ്രൈവർ. 70ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. വാഹനം നിർത്തി ട്രെയിൻ വരുത്തുന്ന ഉറപ്പ് വരുത്തി മുന്നോട്ട് പോകണം. ഇൻഷുറൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ വാഹനം ഓടിച്ചാൽ ഡ്രൈവർക്ക് ലഭിക്കാവുന്ന പിഴ എത്രയാണ്? 71ൻ്റെ ആൻസർ സി ആണ്. 2000 രൂപ. പ്രായപൂർത്തി ആകാത്ത കുട്ടി പൊതുനിരത്തിൽ വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ. 72 ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം വാഹന ഉടമ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് 25,000 രൂപ പിഴയും 3 വർഷം തടവും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 12 മാസത്തേക്ക് അയോഗ്യത കൽപ്പിക്കും. വാഹനം ഓടിച്ച കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് ലഭിക്കുകയുമില്ല. ഗുഡ് സമരിറ്റൻ്റെ അവകാശങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. 73 എ ആണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരം നൽകാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെങ്കിൽ പോലീസിനെ നിർബന്ധിക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാഹനങ്ങളുടെ രേഖ പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ്? 74ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. സെക്ഷൻ 206. വാഹന ചെക്കിംഗ് സമയത്ത് വാഹനത്തിൻ്റെ രേഖകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഇലക്ട്രോണിക് ഫോമിലും ഹാജരാക്കാം എന്ന അനുവാദം നൽകുന്നത്. 75 എ ആണ്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം. 76. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 167(5) പ്രകാരം തയ്യാറാക്കിയ ഈ ചെല്ലാൻ എത്ര ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം? 76 സി. 90 ദിവസത്തിനുള്ളിൽ. സ്പീഡ് ഗവർണർ ആവശ്യമുള്ള വാഹനങ്ങൾ ഏതെല്ലാം? 77 എ. KSRTC. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 125 പ്രകാരം ഏതു വർഷത്തിനു ശേഷം നിർമ്മിക്കുന്ന വാഹനങ്ങൾക്കാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്? 78 ബി. 1994. സ്പാർക്ക് അറസ്റ്റർ ഏതുതരം വാഹനങ്ങളിലാണ് ഘടിപ്പിക്കേണ്ടത്? 79 ഡി. ഹസാർഡസ് ഗുഡ്സ് വാഹനങ്ങൾ. കാറ്റഗറി ടിയിൽ പെട്ട വാഹനത്തെ കെട്ടിവലിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഡാഷ് കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളാണ്. 80 എ ആണ്. കാറ്റഗറി N2 ആൻഡ് N3. 81. 1996 ഏപ്രിൽ 1 മുതൽ കേരള സർക്കാരിൻ്റെ ചാരായം നിരോധിച്ചു. അബ്കാരി നിയമം 812 വകുപ്പ് പ്രകാരം ചാരായം കൈവശം വെച്ചാലോ കച്ചവടം നടത്തിയാലോ കടത്തുകയോ ചെയ്താൽ എന്താണ് ശിക്ഷ? 81ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 1 ലക്ഷത്തിൽ കുറയാതെ പിഴയും 10 വർഷം വരെ തടവും. 1977 അബ്കാരി നിയമം സെക്ഷൻ 3(10) പ്രകാരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ വരാത്തത് ഇതിൽ ഏതാണ്? 82 സി ആണ്. അരിഷ്ടം. തിരുവനന്തപുരം എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും വാഹന പരിശോധന നടത്തുന്ന സമയം എ എന്നയാളെ മാഹിയിൽ നിന്ന് കൊണ്ടുവരുന്ന 6 കുപ്പി ബക്കാർഡി ട്രിപ്ലക്സ് റമ്മുമായി അറസ്റ്റ് ചെയ്തു. കേരള സർക്കാരിന് നികുതിയും എക്സൈസ് ഡ്യൂട്ടിയും അടയ്ക്കാത്ത മദ്യം കൈവശം വെച്ചതിന് എയുടെ പേരിൽ അബ്കാരി നിയമം 1977 പ്രകാരം ഏത് വകുപ്പ് ചുമത്തി കേസെടുക്കാം? 83 ബി. 58. അബ്കാരി നിയമം 1977 സെക്ഷൻ 67 ബി പ്രകാരം അബ്കാരി കേസിൽ കണ്ടെടുത്ത വാഹനങ്ങൾ ഓതറൈസ്ഡ് ഓഫീസർ മുമ്പാകെ ഹാജരാക്കണമെന്ന് പറയുന്നു. എക്സൈസ് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനാണ് ഓതറൈസ്ഡ് ഓഫീസറായി പ്രഖ്യാപിച്ചിട്ടുള്ളത്? 84
ഡി ആണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജില്ലാ മേധാവി. NDPS നിയമം 1985 പ്രകാരം വ്യാവസായിക അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചാൽ 85ൻ്റെ ആൻസർ ബി ആണ്. 10 വർഷത്തിൽ കുറയാതെ 20 വർഷം വരെ തടവും 1 ലക്ഷത്തിൽ കുറയാതെ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. NDPS നിയമം 1985 ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുവാൻ വ്യവസ്ഥയുള്ളത്? 86 സി ആണ്. 31A ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാൽ 87 ബി. പാനയോഗ്യമല്ലാത്ത സ്പിരിറ്റ്. സ്പെഡ് വാഷ് എന്നാൽ 88 എ. വാഷിൽ നിന്നും പൂർണ്ണമായും ആൽക്കഹോൾ എടുത്ത് ബാക്കി വരുന്ന ദ്രാവകം. സ്പിരിറ്റിൻ്റെ വീര്യം ഹൈഡ്രോമീറ്ററോ അനുയോജ്യമായ ഉപകരണം ഉപയോഗിച്ച് അളക്കുന്നതിന് 89 ഡി. ടു പ്രൂവ് എന്നാണ് പറയുന്നത്. എക്സൈസുമായി ബന്ധപ്പെട്ട് ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഏറ്റവും ശരിയായത് ഏത്? 90 സി ആണ് വരുന്നത്. 1, 2, 4 ദുഃഖവെള്ളിയാഴ്ച, ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിവസം. കേരളത്തിൽ വിൽപ്പന നടത്തുന്ന വൈനിൻ്റെ അനുവദനീയമായ മിനിമം വീര്യം എത്രയാണ്? 91 എ ആണ് വരുന്നത്. 92 കേരളത്തിൽ നികുതി വകുപ്പ് ടൂറിസം സെൻ്ററുമായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബാർ, ബിയർ, വൈൻ പാർലർ എന്നിവയുടെ പ്രവർത്തന സമയം നിജപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണ്? 92 സി ആണ്. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 80 യാർഡ് ചുറ്റളവിനുള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കടയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന നിലവിലെ കോട്ട്പ നിയമപ്രകാരം കുറ്റകരമാണോ? ആണെങ്കിൽ കോട്ട്പ നിയമം ഏത് വകുപ്പ് പ്രകാരം എക്സൈസ് വകുപ്പിന് കേസെടുക്കാം? 93ൻ്റെ ആൻസർ സി ആണ്. കുറ്റകരമാണ്. കോട്ട്പ നിയമം 6B. കോട്ട്പ നിയമം 2003 പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവർക്ക് ഒരാൾക്ക് എതിരെ ഏത് വകുപ്പ് പ്രകാരമാണ് എക്സൈസ് വകുപ്പ് കേസെടുക്കേണ്ടത്? 94ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. കോട്ട്പ നിയമം ബി ആണ് വരുന്നിരിക്കുന്നത്. കോട്ട്പ നിയമം 2003 സെക്ഷൻ 4, 6A, 6B എന്നിവയ്ക്ക് പരമാവധി ഈടാക്കാവുന്ന പിഴ എത്ര രൂപയാണ്? 95 ഡി. 200. കേരള സർക്കാരിൻ്റെ വിമുക്തി മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞതിൽ ഏറ്റവും ശരിയായത് ഏത്? 96 ഡി ആണ് വരുന്നത്. 1, 2, 4 ശരിയാണെന്നുള്ളതാണ്. 1, 2, 4 ശരിയാണെന്നുള്ളതാണ്. കേരള എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി ഡി അഡിക്ഷൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ടോൾ ഫ്രീ നമ്പർ 97 ബി ആണ്. 14405. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം ചെറുക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയം ശക്തിപ്പെടുത്തുന്നതിന് കേരള എക്സൈസ് വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് 98 സി. ഉണർവ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 99 സി. സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നവർ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയ്ക്ക് വിധേയരാകും. വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൻ്റെ 78ാം വകുപ്പ് പ്രകാരം ആ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള വ്യക്തി 100 ബി. ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മാർക്ക് ചെയ്ത PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. Okay, thank you for watching.